കോഴിക്കോട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. 32 ഇടങ്ങളിലായി 1000-ഓളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കണ്ണാടിക്കളിൽ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. രാവിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും വീണ്ടും ചാറ്റൽ മഴ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ജലനിരപ്പിൽ കാര്യമായ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ ഇന്നലത്തെ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു കൂടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കാര്യമായ ഒരു മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാവാത്ത രീതിയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ കണ്ണാടിക്കൽ ഭാഗത്താണ് ഉള്ളത്. കോഴിക്കോട് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ്. പക്ഷേ കണ്ണാടിക്കൽ മേഖല ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് നീങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീടുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു. താഴ്ന്ന പ്രദേശത്തുള്ള വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. ഇവിടുത്തെ ആളുകളെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. പലരും ഇന്ന് വീടിന്റെ അവസ്ഥയൊക്കെ നോക്കാൻ ഇവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വീടുകളിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ആണുള്ളത്. നമുക്കൊപ്പം ഈ നാട്ടുകാരനായ ചേട്ടൻ തന്നെയുണ്ട്. എങ്ങനെയാണ്? ഭയങ്കര വെള്ളമാണല്ലേ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി? ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ മഴയില്ല. മിനിഞ്ഞാന്ന് വെള്ളം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഡാം തുറന്നതിന് ശേഷമാണ് കൂടുതൽ വെള്ളമായത്. മനസ്സിലായില്ലേ? പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് തീരെ കംപ്ലീറ്റ് മഴ പെയ്തിട്ടേ ഇല്ല. ഇന്നലെയാണ് മഴ പെയ്തിട്ടുള്ളത്. ഈ മഴയുടെ വെള്ളം മാത്രമല്ല, പെയ്ത്ത വെള്ളം അല്ല, പുറത്തുനിന്നുള്ള ഒഴുക്കുവെള്ളമാണ്. ഒഴുക്കുവെള്ളമാണ് വരുന്നത്. ഡാം ഓപ്പൺ ആക്കിയിട്ടുള്ള വെള്ളമൊക്കെയാണ് വരുന്നത്. അല്ലാതെ മഴ പെയ്തിട്ടല്ലല്ലോ. പിന്നെ ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. പിന്നെ ഇന്നലെ ഡാം തുറന്ന് 8:30 മണീൻ്റെ ശേഷം അപ്പോൾ ഒന്നും കൂടെ വെള്ളം കൂടി. അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരുവിധ ആളുകളൊക്കെ ഇവിടുന്ന് മാറി. ഇന്നലെ MLA ഒക്കെ ഇവിടെ വന്നിരുന്നു. മേയറൊക്കെ വന്ന് ഇവിടെ ആളുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത്. ഇതിപ്പം വെള്ളം ഇറങ്ങുന്നില്ല, അതാണ് പ്രശ്നം അല്ലേ? ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു 8 മണീൻ്റെ ശേഷം ഒരു 10-15 സെന്റിമീറ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. തീരുന്നില്ല, പെട്ടെന്ന് ഇറങ്ങി പോകുന്നില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും കാലത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്ക് ഇറങ്ങി പോകത്തുള്ളൂ. ഇപ്പം അങ്ങനെ പോകുന്നില്ല. എല്ലായിടത്തും വെള്ളമാണ്. അതുകൊണ്ടാണ്. അതായത് പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം വെള്ളമാണ് ഇതൊക്കെ. ചേട്ടൻ എങ്ങനെ എങ്ങോട്ട് മാറി? ഇവിടെ വീട്ടിൽ തന്നെയാണോ അതോ? എനിക്കിവിടെ അപ്പുറത്ത് വീടുണ്ട്. അങ്ങോട്ട് മാറി. ഇപ്പൊ രാവിലെ വീടിന്റെ അവസ്ഥ എന്താന്ന് നോക്കാൻ എത്തിയതായിരിക്കും. ഇല്ല, ഞാനൊരു കോഴികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പൊ അതിന് വല്ല ഭക്ഷണം കൊടുക്കണം. പക്ഷെ വീട്ടിനകത്തൊന്നും, എന്റെ വീട്ടിനകത്തൊന്നും വെള്ളം കയറിയിട്ടില്ല. മുറ്റത്ത് വരെ വെള്ളമുള്ളൂ. പക്ഷെ അങ്ങോട്ട് അങ്ങനല്ല സ്ഥിതി. അങ്ങോട്ട് ചെല്ലും തോറും വെള്ളം ഇങ്ങനെ കൂടി വരികയാണ്. കഴുത്തോട്ടം വെള്ളമൊക്കെ എത്തിയിട്ടുണ്ട്. വെള്ളം എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇവിടെ നിന്ന് പോകുന്ന കക്കോടി വരെ ഉള്ള വഴിയാണ്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പൂർണ്ണമായും ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. ഇത്രക്കെല്ലാം വെള്ളം ഉണ്ടാവും. അരക്കോളം വെള്ളം ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. കാരണം പൂർണ്ണമായി തന്നെ ഈ കക്കോടി കണ്ണാടിക്കൽ റോഡാണ്. അത് പൂർണ്ണമായി മൂടിക്കിടക്കുന്നു. പ്രത്യേകിച്ചും ഈ ശിരൂർ അപകടത്തിൽ മരിച്ച അർജുൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുന്ന ആ വഴി ആണിത്. ആ വഴി ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ വഴി ഒരു തോടായി മാറിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ജില്ലയിൽ വീണ്ടും മഴ കനത്ത് പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കക്കയം അണക്കെട്ട് തുറന്ന് പുറത്തേക്ക് വെള്ളമൊഴുക്കാൻ തുടങ്ങിയിരുന്നു. ഇതിന് ശേഷമാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇത്രയധികം വെള്ളം കയറാൻ തുടങ്ങിയതെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. മഴ പെയ്തുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന വെള്ളമല്ല. കാരണം മഴ പെയ്താൽ ഇത്രയധികം വെള്ളം വരാറില്ല. അഥവാ വന്നാൽ തന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. എന്തായാലും ഒരു അസാധാരണമായ സാഹചര്യമാണ്. മലവെള്ളത്തിന്റെ വരവ് ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം ഈ മേഖലകളിൽ വലിയ തോതിൽ മഴ പെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒപ്പം 30-ലധികം ക്യാമ്പുകളാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം തുറന്നിരിക്കുന്നത്. അവിടെ എല്ലാമായി 1000-ലധികം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നു എന്ന വിവരമാണ് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി നൽകുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. പ്രത്യേകിച്ചും കോഴിക്കോടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ തടമ്പാട് താഴവും കണ്ണടിച്ചാലും ഒപ്പം കക്കോടിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ പറമ്പിൽവസാർ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ പൂർണ്ണമായും വെള്ളക്കെട്ടിന്റെ ഒരു പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. വെള്ളം ഇറങ്ങിയാൽ മാത്രമേ ഇനി ഇവിടുത്തെ ജനജീവിതം സാധാരണഗതിയിലേക്ക് എത്തൂ. ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള പ്രവചനം ഒന്നുമില്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കാര്യമായി തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.